അപ്പോൾ നമ്മളിപ്പോൾ അതുപോലെ മീൻ വാങ്ങിക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ മീനൊക്കെ വാങ്ങിച്ചു. മീൻ നമ്മൾ കേരയായിരുന്നു വാങ്ങിച്ചത്. അപ്പോൾ അത് വെട്ടി വൃത്തിയാക്കി വാങ്ങിച്ചുകൊണ്ട് വന്നതുകൊണ്ട് ജോലി കുറച്ച് കുറവായിരുന്നു. പിന്നെ അത് കറി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. നമ്മൾ മീൻ കറി വെക്കുന്നതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും കണ്ടു നോക്കണം കേട്ടോ. അങ്ങനെ ഞാൻ മീൻ കറിയൊക്കെ വെച്ചു. മീൻ കുറച്ച് വലിയ കഷ്ണങ്ങളായിരുന്നു. അത് പിന്നെ ഞാൻ പീസാക്കിയപ്പോഴത്തേക്കും അത് പൊടിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ വിട്ട് കറി വെച്ചു. പിന്നെ അത് മീൻ കറിയൊക്കെ സെറ്റാക്കി കഴിഞ്ഞിട്ട് നേരെ കപ്പയിലേക്ക് കിടന്നു. നമ്മളിവിടെ കപ്പയ്ക്ക് ചീനി എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ ചീനിയൊക്കെ വേവിക്കാനായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് തിളയ്ക്കാനൊക്കെ വെച്ചു. ആ സമയം കൊണ്ട് ഞാൻ തേങ്ങ അരയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇന്ന് തേങ്ങ അരച്ചാണ് കപ്പ വേവിക്കുന്നത്. അതിലേക്ക് ഞാനൊരു 2 അല്ലി വെളുത്തുള്ളിയും ഒരല്പം പച്ചമുളകും പിന്നെ ഒരു ഇച്ചിരി ജീരകപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ആണ് വെക്കുന്നത്. ചിലർ കടുകൊക്കെ താളിക്കും ചീനിയിൽ. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും താളിക്കത്തൊന്നുമില്ല, ഇങ്ങനെ അങ്ങ് വെച്ച് എടുക്കത്തേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു തിളച്ച് വന്നപ്പോഴത്തേക്ക് ചീനിയിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചീനി വെന്ത് സെറ്റായി വന്നപ്പോഴത്തേക്കും നമ്മുടെ അരപ്പും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത്, അരപ്പ് ഒരുപാട് അരയൊന്നും വേണ്ട കേട്ടോ, ഒന്ന് ചതച്ചെടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒക്കെ ഇട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് വീണ്ടും ഒന്ന് ഗ്യാസിലേക്ക് വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ മീൻ കറിയും കൂട്ടി തിന്നാനായിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് നിങ്ങളെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.